രാവിലെ തന്നെ എണീച്ച് ഇന്ന് പോകാൻ പോകുന്നത് കുറുമ്പാലക്കോട്ട മലയിലേക്കാണ്. കുറച്ച് ദിവസം കൊണ്ടുള്ള ആഗ്രഹമാണെങ്കിലും രാവിലെ എണീച്ചപ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയി. കാരണം എന്താണെന്നല്ലേ, ഇന്നൊട്ടും മഞ്ഞില്ല. എന്തായാലും വച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ കുറുമ്പാലക്കോട്ട സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനും അടിപൊളിയാണ്. പക്ഷേ ഇന്ന് സൺറൈസിന് മുന്നേ അവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് നടന്നില്ല. അതങ്ങനെയാണല്ലോ, സ്കൂളിനടുത്ത് വീടുള്ളവർ ബെല്ലടിച്ചാലേ സ്കൂളിൽ എത്തൂ എന്ന് പറയുന്നത് പോലെ ഇവിടുന്ന് വെറും 30 മിനിറ്റ് മാത്രമേ ഞങ്ങൾക്ക് യാത്രയുള്ളൂ. അപ്പോൾ ലേറ്റായതിൽ അതിശയമില്ലല്ലോ. ഇവിടെ നിന്നും ലെഫ്റ്റിലായിട്ടാണ് കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റ് വരുന്നത്. കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റിന്റെ ബോർഡും ഇൻസ്ട്രക്ഷൻസും കൃത്യമായി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ വണ്ടിയിൽ വരുന്നവർ ശ്രദ്ധിക്കുക, അതൊന്നും മുകളിലേക്ക് കടത്തിവിടുന്നതല്ല. ഇവിടെ ജീപ്പ് സർവീസ് ഉണ്ട്. 700 രൂപയാണ് ചാർജ് വരുന്നത്. അതല്ല ബൈക്കിലാണ് വരുന്നതെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാവുന്നതാണ്. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് നടന്നു കയറാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതിനു മുമ്പ് 2 തവണയാണ് വന്നിട്ടുള്ളത്, സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനും. അതുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങൾ ഏത് ടൈമിൽ വന്നാലും ഇവിടെ വളരെ മനോഹരമാണ്. വരുന്നവർ ഒന്നേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒന്നും ഇട്ട് ഈ സ്ഥലത്തിന്റെ ഭംഗി നശിപ്പിക്കരുത്. ഇന്ന് വ്യൂ പോയിന്റ് കാണാൻ പോയപ്പോഴാണ് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. എന്താന്നല്ലേ, ഇതിനു മുൻപേ ഈ വ്യൂ പോയിന്റ് കാണാൻ പോയവർക്കറിയാം, ഇവിടേക്കുള്ള റോഡ് സൗകര്യം കുറച്ച് മുകളിലെത്തുമ്പോൾ വരെയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് ഒരുപാട് മുകളിൽ വരെ നമ്മൾക്ക് റോഡ് സൗകര്യമുണ്ട്. ബാക്കി കുറച്ച് മാത്രം മണ്ണിട്ട വഴികളിലൂടെ നടന്നാൽ മതി. ഇതുവരെയാണ് നമുക്ക് വണ്ടിയിൽ വരാനായിട്ട് സാധിക്കുക. ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി നടന്നാലാണ് വ്യൂ പോയിന്റ് എത്തുക. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് കടകളും പിന്നെ വ്യൂ പോയിന്റ് കാണാനായിട്ട് നേരത്തെ എത്തിയിട്ടുള്ള കുറച്ച് ആൾക്കാരെയുമാണ് കേട്ടോ. ഈ മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇത്. ഇന്നിവിടെ എത്താൻ കുറച്ച് ലേറ്റായതും മഞ്ഞ് കുറച്ച് കുറവായതു കാരണവും ക്ലൗഡ് ബെഡ് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമാണ് ക്ലൗഡ് ബെഡ് ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല മഞ്ഞുള്ള ടൈമാണെങ്കിൽ മുകളിൽ നിന്ന് നോക്കിയാൽ മഞ്ഞ് പുതഞ്ഞു നിൽക്കുന്നതല്ലാതെ ഈ ഗ്രീനറി ഒന്നും ഒരുപാട് നേരത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല.
പുൽമേടുകളും മേഘങ്ങളും പച്ചപ്പും സൂര്യനും ഒക്കെ നിറഞ്ഞ ഈ വ്യൂ പോയിന്റ് എത്ര മനോഹരമാണെന്നോ. കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം നൽകുന്നവയാണിവ. ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. മേഘങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മി ഭൂമിയിലേക്ക് എത്തുന്ന മനോഹരമായ കാഴ്ച. കുറേ നേരം അതിനെ തന്നെ നോക്കി നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. എന്തായാലും എനിക്കപ്പോൾ നല്ല സന്തോഷം തോന്നി. ഈ മലമുകളിൽ നിന്ന് 4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പകർത്തിയ ഒരു വീഡിയോ ഉണ്ട്. അത് ട്രാൻസിഷനായിട്ട് ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സമയം കൂടുന്തോറും അവിടുത്തെ ആകാശവും കാലാവസ്ഥയും ഒരുപോലെ മാറുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സായും ഫാമിലിയായും ഒരുപാട് പേർ ദിവസവും വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. കുറച്ച് മഞ്ഞുള്ള സമയത്തൊക്കെയാണ് നിങ്ങൾ നേരത്തെ സൺറൈസ് കാണാനായിട്ട് എത്തുന്നതെങ്കിൽ നല്ല രീതിക്ക് ക്ലൗഡ് ബെഡും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ വ്യൂസൊക്കെ കണ്ടും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചധികം നേരം ഞങ്ങളവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പുള്ള സ്ഥലം തന്നെ ആയതുകൊണ്ട് വരുന്നവരെന്തായാലും വിൻ്റർ വെയറൊക്കെ കയ്യിൽ കരുതുക കേട്ടോ. ഇവിടെ കടകളൊക്കെ ഉള്ളതിനാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള സ്നാക്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള ചായയൊക്കെ കുടിക്കാൻ ഒരു പ്രത്യേക രസമാണ് അല്ലേ. ഞങ്ങളവിടെ നിന്ന് ബ്രെഡ് ഓംപ്ലേറ്റും ചായയായിരുന്നു ട്രൈ ചെയ്തത്. ഈ തണുപ്പത്തിരുന്നത് കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 2 ബ്രെഡ് ഓംപ്ലേറ്റിനും ഒരു ചായക്കുമായത് 140 റുപ്പീസാണ് കേട്ടോ. ഉയരം കൂടുന്തോറും സാധനങ്ങളുടെ വിലയും കൂടുന്നാണല്ലോ അല്ലേ. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. ഇത്രയും ഉയരത്ത് കൊണ്ടുവന്ന് ഇത്രയും സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ അവർക്കതിൻ്റെ ന്യായമായ വില കിട്ടണ്ടേ. ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരാണ് കേട്ടോ ഇവർ. പിന്നെ കുറച്ച് തേനീച്ചകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് സ്ഥലം ഒന്ന് മാറിയിരുന്നപ്പോൾ ആ ബുദ്ധിമുട്ടില്ലാണ്ടായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പോവുകയാണ്. എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴും ഒരുപാട് പേര് മുകളിലേക്ക് പിന്നെയും വ്യൂ പോയിന്റ് കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ് സർവീസൊക്കെ കിട്ടുന്ന ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയയാണ് ഈ മുൻഭാഗത്ത് കാണുന്നത് കേട്ടോ. നമ്മൾ വണ്ടി കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ഞാൻ തൊട്ടടുത്ത ദിവസം റോഡിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. എന്തൊരു മഞ്ഞ! ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എൻ്റെ കഥ. അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.